നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് രുചിഭേദത്തിലേക്ക് സ്വാഗതം. എന്നും വൈകുന്നേരം ഒരു സന്ധ്യ സമയമൊക്കെ ആയി അല്ലെങ്കിൽ ചായയുടെ സമയമൊക്കെ ആകുമ്പോൾ ചായയുടെ കൂടെ എന്താ കഴിക്കാനില്ല എന്ന് തിരക്കുന്ന സ്വാഭാവികമായിട്ട് എല്ലാ മലയാളീസിൻ്റെയും ഒരു സ്വഭാവമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്ന് അടുപ്പിച്ചൊരു സെയിം സാധനമാണ് അല്ലെങ്കിൽ ഒരേപോലെ ബേക്കറി ഐറ്റംസ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിലൊരു മടുപ്പും കാണിക്കാറുണ്ട്. അപ്പം എന്തിനും ഒരു പുതുമ ആഗ്രഹിക്കുന്ന മലയാളീസിന് ഇന്നൊരു പുതിയ വകുപ്പുമായിട്ടാണ് നമ്മുടെ അജിതയുടെ വരവ്. മറ്റൊന്നുമല്ല, ചെമ്മീനും ചീനിയും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റാണ്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പ്രോൺസ് ടാപ്പിയോക്ക കട്ട്ലേറ്റ്. ഇതാണ് ഇന്നത്തെ വിഭവം. അതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് അജിതയോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് എവിടെന്നാ? കോട്ടയം തന്നെയാണോ? കോട്ടയം തന്നെ. നാത്തൂൻ്റെ ഒക്കെയാണോ? അതോ എന്നുവെച്ചാൽ നാത്തൂൻ ഇപ്പം അടുത്ത് അജിത ഒന്ന് വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ടായി കോട്ടയത്ത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊരു ഗുണം എന്ന് വെച്ചാൽ നാട്ടുകാരെ ബന്ധുക്കളൊക്കെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കാണുന്നവരടുത്തൊക്കെ ഒരു സ്പെഷ്യൽ ഡിഷിനെ പറ്റി ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ച് കിട്ടുന്ന കളക്ഷനിൽ നിന്നാണ് നമുക്കും രുചിഭേദത്തിൽ ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കോട്ടയം ട്രിപ്പ് തന്നെ. അപ്പം പറഞ്ഞു തന്ന ആൾക്ക് നന്ദി. നമ്മൾ ചെമ്മീനും കപ്പയും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റാണ്. ഇതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചെമ്മീൻ, ചീനി പുഴുങ്ങി വെച്ചിരിക്കുകയാണ്, കരിവേപ്പില, മല്ലിയില, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് 2 പകുതി സവാള അല്ലെങ്കിൽ കുഞ്ഞു സവാള ഒരെണ്ണം എടുക്കും, വെളുത്തുള്ളി കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 2 മുട്ട, ഗരം മസാല പൊടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ചതച്ച് പൊടിച്ചത്, ഉപ്പ് സ്വാദിന്, ബ്രെഡ് പൊടിച്ചത്, വെളിച്ചെണ്ണ. ഇനി നമുക്കിതൊക്കെ ചേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇനി തുടക്കം എവിടെ നിന്നാണ്? തുടക്കം മുട്ട പൊട്ടിക്കാം. ഉടച്ചും കൊണ്ടാണല്ലേ? പൊട്ടിക്കലിൽ നിന്ന് തുടങ്ങാം. ഇത് മാറ്റണമല്ലോ ഉണ്ണി. ഇത് മുട്ടയുടെ വെള്ളം മാത്രം മതി നമുക്ക്. അതുകൊണ്ട് ഉണ്ണി അങ്ങ് മാറ്റാം. മഞ്ഞക്കരു മാറ്റി വെള്ളക്കരു മാത്രം എടുക്കാം. അപ്പം ഈ വിഭവം ഉണ്ടാക്കുന്ന ദിവസം വീട്ടിൽ 2 ബുൾസയും കൂടെ ഉണ്ടാക്കാം അല്ലേ? ഇടുവോ? അപ്പം പിന്നെ ആ ഒരു വകുപ്പ് വേണ്ട. അപ്പോൾ ഉണ്ണിയും വെള്ളയും സെപ്പറേറ്റ്. ഇത് അടിച്ചു വെക്കണോ? നന്നായിട്ട് അടിച്ചു വെക്കണം. ഉപ്പൊന്നും ചേർക്കും. ഇതെങ്ങനെ അടിച്ചു വെച്ചാൽ അപ്പം നമ്മൾ 1ാം ഘട്ടം ഇവിടെ കഴിഞ്ഞു. ഇനി സ്റ്റൗ കത്തിക്കാൻ വേവിച്ചെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം. ഇത് ചെമ്മീനിപ്പം വൃത്തിയാക്കി അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് വെച്ചേക്കാണ്. നമുക്ക് ഒരു 7-8. ഇത് കുറേ ഉണ്ടല്ലേ? കുറച്ചുണ്ട്. ചെറുതും വലുതായിട്ടൊരു 12ഓളം ഉണ്ട്. ഇത് പക്ഷെ കാഴ്ചയ്ക്ക് നമുക്ക് ആകെ ചെമ്മീൻ അറിയാമല്ലോ, ഇച്ചിരി കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ ഷെല്ലും കുറച്ച് കൊമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും കൂടെ നീളം തോന്നിക്കും. കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും കുരുമുളക് പൊടി ചേർത്ത് വേവിക്കാൻ ആവശ്യത്തിന് അല്ലേ? അപ്പോൾ കുറച്ച് ഉപ്പ്, നമുക്ക് ചെമ്മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1/4 സ്പൂൺ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വേവിക്കാം. അടച്ചു വെക്കണം. ഇങ്ങനെ ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. കുറച്ച് വെള്ളം മതി. ഒരു 5 മിനിറ്റ് നേരത്തെ വേവിച്ചാൽ മതി. 5 മിനിറ്റ് നേരം നമുക്ക് ചെമ്മീൻ എവിടെ പറയാം അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുവരെ വേറെ ചെയ്യാൻ എന്തെങ്കിലുണ്ടോ? ഇതിലേക്ക് നമുക്ക് കപ്പയൊന്ന് ഉടച്ച് വയ്ക്കാം. ഇപ്പോൾ കപ്പ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് അത് വേവിച്ച് വെച്ചതായിരുന്നു. അതിൽ ഉപ്പിട്ടുണ്ടോ? ഉപ്പിട്ട് വേവിച്ച കപ്പയാണ്. അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല വേവും മാവും ഉള്ളതൊക്കെയാണ് വേണ്ടതല്ലേ? നന്നായിട്ട് ഉടയ്ക്കണം. നല്ല മാവൂലാക്കണോ? ഒന്നതിൻ്റെ അതിൽ സോഫ്റ്റ് ആക്കണം.